കിച്ചു ഒരു ചായ ഇടറാ. പ്രിയപ്പെട്ട ജോസ്, ശരത്ത്, മാളവിക അറിയുവാൻ നിങ്ങളെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിന് കാരണം നിങ്ങളെന്നെ ഒരുപാട് സഹായിച്ചത് കൊണ്ടാണ്. ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. മാളു, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ നീ അത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ തകർന്ന സമയത്ത് നീ എന്നെ ഇട്ടിട്ട് പോയത്. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. എൻ്റെ ആത്മഹത്യക്ക് കാരണം ജോസ്, ശരത്, മാളവിക ആകുന്നു. സോ ഐ ക്വിറ്റ്. ജോസെ, ഈ കത്ത് കീറിക്കളയാൻ നിൽക്കണ്ട. ഞാനിത് ഫോട്ടോ എടുത്ത് വാൾപേപ്പർ ആക്കി ഇട്ടിട്ടുണ്ട്. കിച്ചുവിന്റെ കാര്യം പറയാനാണെങ്കിൽ ജോസ് പൊക്കോ. കിച്ചു പോവും ഉടനെ. അവൻ എങ്ങോട്ടാന്ന് വെച്ചാ പോട്ടെ, എനിക്ക് കാണണ്ടേ ഇനി അവന്. കൂടെ നമ്മളും പോവും ജയിലിലോട്ട്. എന്നാലും അവൻ എങ്ങോട്ടായിരിക്കും പോയത്? പറഞ്ഞിട്ട് പോവാ സിനിമയ്ക്ക് പോയതല്ലല്ലോ, ചാവാൻ പോയതല്ലേ. എന്നാലും അവന് ആത്മഹത്യൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ? ധൈര്യമില്ലേലും ബുദ്ധിയില്ലല്ലോ, അത് നമ്മൾ പരിഗണിക്കണ്ടേ. അത് ശരിയാ. അല്ല, ഇതല്ലേ ആകെ ഉള്ളത്. ഇത് കീറിക്കളഞ്ഞാൽ നമ്മൾ സേഫ് അല്ലേ? ആ കത്തൊന്ന് എബോട്ട് ടേൺ ചെയ്തേ. ജോസി പേപ്പർ കീറിക്കളയാൻ നിൽക്കട്ടെ. ഇത് ഞാൻ ഫോണിൽ വാൾപേപ്പർ ഒക്കെ ഇട്ടിട്ടുണ്ട്. തെണ്ടി വാൾപേപ്പർ ആക്കി ഇട്ടേക്കുന്നോ? ബോഡി കിട്ടുമ്പം എന്തായാലും പോലീസിന്റെ സൈഡിൽ നിന്ന് ഫോൺ കിട്ടും. ചെക്ക് ചെയ്താ നമ്മളകത്താ. അയ്യോ, നീ ഫീമെയിൽ സെക്ഷനിലും ഞാൻ മെൻ സെക്ഷനിലും. അല്ല, എനിക്ക് കൂട്ടുപ്രതിയും കൂടെ ഉണ്ടായിരുന്നല്ലോ. ശരത്ത്. പോളി. കണ്ട, അവന് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായി. നല്ല പേടിച്ചിട്ടുണ്ട്. ഓ, യാക്കങ്ങില്ലാത്ത പോലെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നല്ല മാഗസിൻ നോക്കി പബ്ലിഷ് ചെയ്യാം. എന്ത്? നിന്റെ ഈ കവിത. കവിത? ഓ, ചെറുകഥയായിരുന്നു. പക്ഷെ ഒറ്റ പേപ്പറല്ലേ ഉള്ളൂ, ഭയങ്കര ചെറുതായി പോയി. എടാ, അപ്പൊ നീ അത് ഇതുവരെ വായിച്ചില്ലേ? എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടളിയ. സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതമായിരുന്നു. എടാ തവണ പൂച്ചാണ്ട്, പിന്നെ നീ ഇത്ര നേരം അതിനകത്ത് എന്തോടാ നോക്കിക്കൊണ്ടിരുന്നേ? അത് നീ ഇത്രയും കാര്യമായിട്ട് വായിക്കാൻ തരുമ്പം എനിക്ക് അറിഞ്ഞൂടെന്ന് പറയുന്നത് മോശമല്ലേ? എടാ, അത് ആത്മഹത്യ കുറിപ്പാടാ. നിന്റെയാ? എന്റെ അല്ല, കിച്ചുവിന്റെ. കിച്ചുവിന്റെയാ? ഈ ത്രില്ലാണ് ഞങ്ങൾക്ക് വേണ്ടത്. നമ്മുടെ വെച്ച കാശൊക്കെ ആര് തിരിച്ചു തരും? കാശ് തിരിച്ചു വെച്ചതിന്റെ പേരിലാണ് നമ്മളെ പേരതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. നിനക്കും തരാനുണ്ടോ? കൊടുക്കാനുണ്ട്. കാശാ? സ്നേഹം. പക്ഷെ കൊടുത്തില്ല. അതെന്ത്? ഒരു ദിവസം രാത്രി അവനെ കാണാൻ വന്നു. ഇവളിതാരാന്ന് വിചാരിച്ച് തുറക്കുന്നു. കൃഷ്ണ, മാളു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? പിന്നെ മെസ്സേജ് അയച്ചിട്ട് നിർത്താന്ന് പറഞ്ഞ എനിക്കങ്ങനെ ഉറക്കം വരുന്നത്. അത് മാത്രം വായിച്ചോളോ? അതിന് മേലോട്ടുള്ളൊന്നും വായിച്ചില്ലേ നീ? ഉണ്ടായിരുന്ന ഒരു ജോലി കളഞ്ഞ് ബിസിനസ് എന്നും പറഞ്ഞിറങ്ങി. അത് പൊട്ടി പോളിസായി നാട് മൊത്തം കടമായി. അച്ഛനോട് ഞാൻ എന്ത് പറയുന്ന? ഇങ്ങനെയുള്ള നിനക്ക് എന്നെ എങ്ങനെ എന്റെ അച്ഛൻ കടിച്ചു തരുമെന്ന? അച്ഛനോട് സംസാരിക്കാൻ ഞാൻ എന്ത് നിന്നെ നോക്കാനുള്ള ഒരു കരുത്തും മനസ്സും പറവും അല്ല പവർ ഇതിന് നടക്കത്തില്ല. എനിക്ക് ഇതിന് താല്പര്യമില്ല. നിനക്ക് വേറെ വല്ലതും പറയുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോ. ഒരു ഉമ്മ തരുമോ? കിസ്. എന്തോന്ന്? ഒന്നുകൂടെ പറഞ്ഞേ. ഒരു ഉമ്മ തന്നാലേ? എടാ വൃത്തികെട്ടവനെ. നാട് നീളെ കാണുമെന്ന് ആരോഗ്യം. എന്നിട്ട് നിനക്ക് ഇതാണല്ലോ ചിന്ത. സർട്ടിഫിക്കറ്റ് നീ ഇപ്പൊ പോയില്ലേ, ഞാൻ കള്ളന്ന് പറഞ്ഞ ആളെ വിളിച്ചു കൊടുത്തു. ജീവനോടെ അവനെ അന്നാണ് ഞാൻ അവസാനമായി കണ്ടത്. അയ്യോ, പൂച്ചാണ്ടി പ്രേതം. നിർവികാര സമയത്ത് അവന്റെ വികാരമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിന്റെ ഉന്നത ജോസെ, എന്റെ കാശെല്ലാം തരാണ്ട് അവൻ ആത്മഹത്യ ചെയ്ത് അവനെ കുത്തിക്കൊല്ലും. പറഞ്ഞേക്കാം. എടോ, എന്തൊക്കെയാടോ വിളിച്ചു പറയുന്നേ? എടാ, ഞാൻ കൊടുത്ത 5 ലക്ഷം രൂപ തിരിച്ചു ചോദിക്കുന്ന എങ്ങനെയാ ആത്മഹത്യ പ്രേരണാവുന്നേ? പ്രേരണ നീ ഉണ്ടായി. നിനക്ക് കാര്യം മനസ്സിലായില്ലേ? എന്റെ 3. അപ്പൊ 5 3 8 ലക്ഷം രൂപ തള്ളിക്കളയാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. തള്ളിയിട്ട് കൊല്ലിനെ അവന്. നിങ്ങൾ ഈ കൊല്ലുന്ന മരിക്കുന്ന കാര്യം ഒന്ന് വിട്. ആദ്യം അവനെ കണ്ടുപിടിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കാം. പിന്തിരിപ്പിക്കുന്നതിന് മുന്നേ ചത്തുപോയല്ലോ. ചത്താലും ചത്തില്ലേലും
അവനെ കണ്ടുപിടിച്ച് ഫോണിലെ വാൾപേപ്പർ മാറ്റണം. ചത്തില്ലേ ചെറുതായിട്ടൊന്ന് രക്ഷിക്കല്ലേ? വാടാ. ഇങ്ങനെ കിടന്ന ചിലപ്പോൾ ട്രെയിനിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടും. ഇങ്ങനെ കിടന്ന കയറി മരിക്കാം. പൈൻ്റിന്ന് വെച്ചേ ഭ്രമയുഗത്തിലെ ചാത്തന മനുഷ്യനാണ്. അത് പിന്നെ What's happening there? Any shit or something? ട്രെയിൻ കയറാൻ തിരുവനന്തപുരത്തോട്ട്. മോനെ അവിടെ നിന്ന പൊള്ളാച്ചി എക്സ്പ്രസ് നിന്നെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങും. എന്താ മോനെ ഇങ്ങനെ? Come here. ഇല്ല കുഴപ്പമില്ല. Come here. Here. ഇയാൾക്ക് പേവല്ലോ ആണ്. Come fast. കൊല്ലാൻ നോക്കുന്നടാ, പട്ടി. സോറി ഏട്ടാ. Sorry ഇന്റെ. ഉക്കാർ. കുഴപ്പമില്ല. ഉക്കാരാ. സത്യം പറടാ, നീ ട്രെയിനിൽ ബോംബ് വെക്കാൻ വന്നവനല്ലേ? പാളത്തില്ല. പോയിട്ട് പോയി. അപ്പൊ മെറ്റിലെടുത്ത് പാളത്തിൽ വെച്ചിട്ട് ട്രെയിൻ മറിച്ചിട്ട് കളിക്കാൻ അല്ലേ? അല്ല. പിന്നെ എന്തിന് നീ ഇവിടെ വന്നു? ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നേ. ആത്മഹത്യയോ? എടാ, ഈ ആത്മഹത്യ ചെയ്ത എന്ത് സംഭവിക്കും അറിയൂ? എന്തോ പറ്റും? നീ മരിച്ചു കൂടാ മോനെ. ഏ? നീ മരിച്ചു പോയാലുള്ള പ്രശ്നം എന്തെന്നറിയൂ? നീ ജീവിച്ചിരിക്കത്തില്ല. നീ ജീവിച്ചിരുന്നില്ലെങ്കിലുള്ള കുഴപ്പമൊന്നെന്നറിയൂ? നമുക്ക് ആർക്കും നിന്നെ കാണാൻ പറ്റൂല. യു കാണ്ട് സീ മീ. ചേട്ടാ, ഞാൻ ആത്മഹത്യ ചെയ്തില്ലേലുള്ള പ്രശ്നം എന്തോന്നറിയോ? എനിക്ക് പിന്നെ ജീവിച്ചിരിക്കേണ്ടി വരും. ഞാൻ ജീവിച്ചിരുന്നാലുള്ള പ്രശ്നം എന്തോന്നറിയോ? എന്നെങ്കിലും എനിക്ക് മരിക്കേണ്ടി വരും. ഓ ഐ സീ. നീ പറഞ്ഞതിൽ പോയിട്ടാ. പക്ഷേ ഈ കനാലിലുള്ളപ്പോ നീ മരിക്കൂല. മരിക്കാൻ ഞാൻ സമ്മതിക്കും. ഞാൻ തന്റെ മോനാ, തനിക്ക് ഇത്ര സ്നേഹം കാണിക്കാൻ. മോനാണ്ടൊന്നല്ല, നീ ഇവിടെ കിടന്ന് മരിച്ചാൽ ഞാൻ ദിക്ൃസസിയാവും. ദിക്ൃസസിയാ? ഐ വിക്ടറി. ദൃക്സാക്ഷി. ദിക്ൃസസി. ചേട്ടാ ഒന്ന് കണ്ണു പൊത്തിയിരിക്കാവോ? സാറ്റ് കളിക്ക. നല്ല മൂഡ്. പക്ഷെ ഞാൻ കനാലിൽ ഒളിക്കും. അതല്ല ചേട്ടാ, ചേട്ടാ കണ്ണൂത്തിരിക്കുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങളും നടത്താം. അപ്പൊ ചേട്ടൻ ദിക്ൃസസി ആവൂല. ചേട്ടാ ജീവിക്കാൻ പോടാ പുല്ലേ. താൻ കനാലി ഒഴുകി പോടോ, നോക്കിക്കോ. ഇവിടെ കാണുമോ? ഇവിടാണ് നോർമലി എല്ലാരും വന്ന് സൂയിസൈഡ് ചെയ്യാറ്. കിച്ചു, കിച്ചു, നീ ഒന്ന് വിളിച്ചോക്കെ, ചിലപ്പം വിളി കേട്ടാലോ. കൃഷ്ണ, കൃഷ്ണ. രാധേ. അതെവിടെ? ഒന്നുകൂടെ വിളിച്ചേ. കൃഷ്ണ. രാധേ. ചേട്ടാ, ഇവിടെ അനധികൃതമായിട്ടുള്ള ആരെയും കണ്ടായിരുന്നോ? അത്രയും വലിയ ആളൊന്നും വന്നില്ല. പക്ഷെ ഒരു ആത്മഹത്യ വന്നു. അവ എവിടെ? ഞാൻ ഓടിച്ചു വിട്ട്. ഇല്ലേ കനാലി സനാലി ദിക്ൃസാസിയായ. എങ്ങോട്ടാ പോയേ? അപ്പം പാളം പാളിയ സ്ഥിതിക്ക് ഇനി വല്ല കടലോ കായലോ ആയിരിക്കും. അതിനിവിടെ അടുത്തൊന്നും കടലില്ലല്ലോ. അപ്പൊ കായലിന്ന് വരാം. ഈശ്വര, ശ്വാസം മുട്ടാതെ മരിക്കണേ. വലിയ മീൻ്റെ വായിലൊന്നും പെടല്ലേ. എന്താടാ? വേണോ ചേട്ടാ? എന്തോന്ന്? ഇട്ടാ പൊട്ടി. ഇട്ടാ പൊട്ടിയ? ഇട്ടാ പൊട്ടി ചേട്ടാ. ഇട്ടില്ലെങ്കിൽ പൊട്ടൂല. പിന്നെ എന്തിനാടാ ഇടുന്നത്? അത് പറ്റില്ല ചേട്ടാ, വരുമാൻ വേണ്ടേ. ഇട്ടാ പൊട്ടിനെ ചാച്ചാ. ചാച്ചാ? ചാച്ചാ ആരെന്തോന്ന്? വാശിക്കണ ഹയ്യേ. अरे भाई हाँ क्या वास्तुकना है ये? ചെത്തി ഞാൻ കായലിടും. जाओ. इटा पोटी. മലയാളി बोल रहा हूँ. जाओ. अरे दुश्मन तो ഇവനെ ഞാൻ എവിടെയോ हाँ तो चारी बैक ऑफ ജീവിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറ്റില്ലേ. സൂയിസൈഡ് ചെയ്യാൻ വന്നതാണോ? അല്ല, ഡോക്ടറിനോടും വക്കീലിനോടും വഴി കൂടെ പോകുന്നവനോടും കള്ളം പറയരുത്. ആ മൂന്നാമത്തെ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതിപ്പോ ആയതാ.
ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതെന്ന് തന്നോട് ആര് പറഞ്ഞു? ഇല്ല, നീ ഇവിടെ വിളവെടുക്കാൻ വന്നത്. ഒന്നെങ്കിൽ ഇവിടെ വരുന്നത് കമിതാക്കൾ അല്ലെങ്കിൽ പുകവലിക്കാർ, ഇല്ലെങ്കിൽ ആ പോയ ഇട്ടാപ്പട്ടി. ഇത് മൂന്നിലും പെടാത്ത സ്ഥിതിക്ക് കൺഫേം നീ സൂയിസൈഡ് ചെയ്യാൻ വന്നതാണ്. പേടിക്കണ്ട, ഞാനൊരു സ്പീക്കറാ. ബ്ലൂടൂത്താ? മോട്ടിവേഷൻ സ്പീക്കറിനാ വെടലക്കുരുവി. ഞാൻ ഈ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ആൾക്കാരെയും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരെയും തള്ളിയിടൂ. ഏയ് മറികടക്കാൻ സഹായിക്കും. അതുകൊണ്ട് ബ്രോയുടെ എന്ത് പ്രശ്നമെന്ന് പറഞ്ഞു ഞാൻ തീർത്തു തരും. എനിക്കൊരു 8 ലക്ഷം രൂപയുടെ കടമുണ്ട്, തീർത്തു തരൂ. വലിച്ച് വേറെന്തെങ്കിലും ഉണ്ട് പറ ബ്രോ. എന്റെ പെണ്ണ് ഇട്ടിട്ട് പോയി ബ്രോ. ഓ, ഞാൻ കടക്കണിയില്ല ബ്രോ. എനിക്ക് കൂട്ടുകാരില്ല ബ്രോ. എനിക്കാരും വിശ്വാസമില്ല ബ്രോ. ഇതിലും നീ ചാടുന്നേർന്നടാ. എന്തിനും ഞാനൊന്ന് ആലോചിക്കട്ടെ പുല്ല്. ബ്രോ, പെണ്ണല്ല ജീവിതം, കാശല്ല ജീവിതം, കൂട്ടുകാരല്ല ജീവിതം. നമ്മൾ ഒറ്റയ്ക്ക് വട്ടത്തിൽ ഊഞ്ഞാലാടിയാലും ഒറ്റയ്ക്ക് പൊരുതണം ബ്രോ. അതാണ് നമ്മൾ മനുഷ്യർ. ചടലേക്ക് വാ. കുറച്ചുകൂടെ താ ബ്രോ. എന്ത് മോട്ടിവേഷൻ? വയ്യേടാ നിനക്ക്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ബ്രോ. കേട്ട് കേട്ട് മടുത്ത ബ്രോ. ജീവിതം ഒന്നേ ഉള്ളു ബ്രോ. അതല്ലേ തീർക്കാൻ നോക്കി. നിനക്ക് ഫ്രഷ് വേണോ അല്ലേ? ആലോചിക്കട്ടെ ബ്രോ. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു നാൾ മരിക്കാനാണ് ബ്രോ. 6 അടി മണ്ണിനുള്ളിലുള്ള പുഴുക്കൾക്കുള്ളതാണ് ബ്രോ നമ്മുടെ ശരീരം. അതേസമയം നമ്മൾ മരിക്കുമ്പോൾ 5 പോലീസുകാർ നിന്ന് ആകാശത്തേക്ക് നോക്കി വെടിവെക്കുന്നത് എന്താ ബ്രോ? പുളിക്കുവോ? മോട്ടിവേറ്റ് ആവ് ബ്രോ. ജീവിതം ആവുമ്പോ തോക്കും ബ്രോ. ഞാൻ തന്നെ എത്ര പ്രാവശ്യം തോറ്റു, എന്നിട്ട് ജയിച്ചു പോയില്ലല്ലോ ബ്രോ. ഇത്രയ്ക്ക് ആരോ വരുന്നു ബ്രോ. ആത്മഹത്യ ഒരു 5 ഇട്ടാപ്പൊട്ടിയോടെ എടുക്കട്ടെ. എല്ലാരും കള്ളന്മാര്. കുറച്ചുകൂടെ മോട്ടിവേഷൻ താ ബ്രോ. മോട്ടിവേഷൻ ഒന്ന് സ്പീക്കറിന്റെ ചാർജ് തീർന്നു പോയി ബ്രോ. വസ്തുക്കന ഹയ്യേ വഴുതാ ചാച്ചാ. നിങ്ങളെന്റെ ആത്മഹത്യ കുറിപ്പ് വായിച്ചിട്ടില്ലേ? വന്ന് ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇനി മരിക്കത്തുമില്ല. ആ മനുഷ്യൻ അതിന് സമ്മതിച്ചില്ല. തിരക്കി തിരക്കി രാത്രിയായി പന്നി. മാള് ഉമ്മന്നില്ലട്ടാ. നിന്റെ ഫോൺ താടാ. പേടിക്കണ്ട, ഞാൻ മരിച്ചില്ലല്ലോ. നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും പറ്റില്ല. നീ ഫോൺ താടാ. നീ കാശും തരണ്ട, ഒരു കിണ്ടിയും തരണ്ട. ഫോൺ താടാ. ഓ തരാലോ. ഫോൺ എന്തിയാടാ? ഫോൺ കാണാനില്ല. അടുത്ത ഉടായി പറയ്ക്കാ മുക്കിക്കൊല്ലും ഞാൻ. ഫോണറാ. അമ്മ സത്യം ഫോൺ കാണാനില്ല. ബാഗിൽ നോക്ക്. നല്ലോണം തപ്പി നോക്കടാ. എന്റെ പേഴ്സും കാണാനില്ലല്ലേ. മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ കായലിന്റെ സൈഡിലാണ് വന്നിരിക്കുന്നത്. പൊട്ടനാണ് അവൻ. കാശെന്തെങ്കിലും ഒന്നുമില്ലട്ടോ ഇതിനകത്ത്. ചെക്കായിരിക്കണേ. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ വിടവാങ്ങുകയാണ്. നാറിയൊക്കെ കൊണ്ട് ട്രോമയാക്കുമല്ല പുല്ല്. ഫോണെങ്കിൽ ഫോണ്. എന്താ ആൻസർ ഷീറ്റാ? ആത്മഹത്യാക്കുറിപ്പ്. ഇതുകൊണ്ട് കടയിലും വിൽക്കാൻ പറ്റത്തില്ലല്ലേ. കൊണ്ട് തിരിച്ചു കൊടുത്താലേ? വേണ്ട. നീ ആ ഫോണിന്റെ വാൾപേപ്പർ മാറ്റിയിട്ടില്ലല്ലോ. അതിന് മുമ്പല്ലേ ഇത് കാണാതെ പോയെ. അപ്പൊ ഞാൻ ഫോൺ കിട്ടുന്നിടം വരെ ഇവ ആത്മഹത്യ ചെയ്യാണ്ടിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാ. കടം മേടിച്ചത് തിരിച്ചു ചോദിക്കാണ്ടിരുന്നാൽ മതി. ഞാൻ ആത്മഹത്യ ചെയ്യില്ല.